ലിയോണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിലേക്ക് വരില്ല. സ്പോൺസർമാർ പിന്മാറിയതാണ് കാരണം. ഇക്കാര്യം കായിക മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ടീം വരുമെന്നായിരുന്നു കായിക മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത്. മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കായിക കേരളം ഇനി കാത്തിരിക്കേണ്ട. മാഡ്രിഡിലെത്തി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കായിക മന്ത്രി ചർച്ച നടത്തി ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ പണം നൽകാമെന്ന് പറഞ്ഞ സ്പോൺസർമാർ പിന്മാറിയതോടെ കായിക വകുപ്പിന്റെ പദ്ധതി താളം തെറ്റി. ഇതോടെ അർജന്റീന ടീം കേരളത്തിലേക്കില്ല എന്ന് മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. 300 കോടിയിലധികം രൂപയായിരുന്നു സർക്കാർ ചിലവ് പ്രതീക്ഷിച്ചിരുന്നത്. ഇത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനായിരുന്നു നീക്കം. 3 സ്പോൺസർമാർ പല ഘട്ടങ്ങളിലായി സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഓരോരുത്തരായി പിന്മാറി. 200 കോടിയിലധികം രൂപ അർജന്റീന ടീമിനും മറ്റു നടത്തിപ്പിന് 100 കോടിയിലധികം രൂപയുമായിരുന്നു സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. ഈ തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി ടീമിനെ എത്തിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ നേരത്തെയുള്ള പ്രഖ്യാപനം. ഇതിനിടയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ അർജന്റീന ടീമിന്റെ ഷെഡ്യൂൾ സംബന്ധിച്ച വിവരങ്ങളും അർജന്റീനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇതിൽ കേരളത്തിലേക്കുള്ള വരവ് സംബന്ധിച്ച വിവരമില്ല. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുന്നുവെന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തന്നെ കുറേയധികം ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. വന്നാൽ എവിടെ കളിക്കും? ആരാണ് എതിരാളികൾ? ഇതിനൊന്നും കൃത്യമായ ഉത്തരം കായിക മന്ത്രി നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്: മെസ്സിയും വരില്ല, അർജന്റീനയും വരില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ 1.